കേരള കോൺഗ്രസുകൾ വളർന്നാലും പിളർന്നാലും എപ്പോഴും ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവ്. ഇരു മുന്നണികളിലുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള സാഹസം. ഈ വിശേഷണങ്ങളെല്ലാം ചേരുന്ന നേതാവ് ഒരാളെയുള്ളൂ, ശ്രീ കെ എം മാണി. കെ എം മാണിയാണ് അന്ന് ഞാനിൽ ഇന്നത്തെ അതിഥി. ഒരു 10-75 വർഷം പുറകോട്ട് പോയാൽ അന്ന് കരിങ്ങോഴയ്ക്കൽ വീട്ടിലെ മാണി, മകൻ മാണി ഒരു ക്രിസ്മസ് കാലം എങ്ങനെയാണ് ഓർക്കുന്നത്? ക്രിസ്മസ് കാലം അന്ന് ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ പിടിച്ച് കരങ്ങളിൽ പിടിച്ച പള്ളിയിൽ പോകണം. വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ പള്ളിയിൽ പോയി ഉണ്ണീശോയെ കാണും. ഒരു കണ്ടാലും മതി വരില്ല. പിന്നെയും ഒന്ന് പുറത്തിറങ്ങി പിന്നെയും പോയി ഒന്ന് കാണും. പിന്നെ ആ പുൽക്കൂടൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഇവിടെ ഈ രാത്രി പാതിരാകുമ്പോൾ തീയൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ അവിടെ പോയൊക്കെ നിൽക്കും. വലിയ സന്തോഷമായിരുന്നു. ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമ്പോഴായാലും ദുഃഖമുണ്ടാകുമ്പോഴായാലും പ്രാർത്ഥനയെ വലിയ കരുത്തായി കൊണ്ടു നടക്കുന്ന ഒരാളാണ് ശ്രീ കെ എം മാണി. ആ പ്രാർത്ഥന തുടക്കത്തിലേ ഉള്ളതാണോ അതോ പിന്നീട് ജീവിതത്തിലുണ്ടായതാണോ? എൻ്റെ അമ്മ വലിയൊരു പ്രാർത്ഥനാ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ എപ്പോഴും അമ്മ എന്നെ അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ രാത്രി കാലങ്ങളൊക്കെ വല്ലയിടത്തൊക്കെ പോയേച്ച് പലകാലയാണ് വരുന്നത്. അത് ആരെയും അറിയിക്കാതെ കൊച്ചപ്പനെയൊന്നും ഉറക്കത്തിൽ ശല്യപ്പെടുത്താതെ ഞാൻ അമ്മയുടെ കട്ടിലിൻ്റെ അതിൽ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും അമ്മ ചോദിക്കും, മോനെ നീ ഇന്ന് കുരിശ് വരച്ചോളാ, കുരിശ് വരച്ചോ, നീ ഇവിടെ ഇരുന്ന് കുരിശ് വരയ്ക്കുമെന്ന് പറഞ്ഞ് കുരിശ് വരപ്പിക്കാം. ഞാൻ വക്കീലായിരിക്കുമ്പോൾ അങ്ങനെ അമ്മ എപ്പോഴും പ്രാർത്ഥന ജീവിതം ഉണ്ടായിരുന്നു. അതെനിക്കതിൽ നിന്നൊരു അത് എനിക്ക് പകർന്ന് കിട്ടി. കുട്ടിക്കാലത്ത് ഈ ക്രിസ്മസ് കാലത്തൊക്കെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, ഇപ്പോൾ കാരളിന് പോവുക, അങ്ങനെ പള്ളി ആഘോഷങ്ങളിൽ ചേരുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, കരോളുകാർ വീട്ടിൽ വരുമ്പോൾ സന്തോഷമാണ്. ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കും. അവരിങ്ങനെ കരോളുകാർ പാട്ടും പാടി വരുമല്ലോ. അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അന്ന് ചെറുപ്പകാലത്ത് വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഡിഗ്രി പഠിക്കാൻ വേണ്ടി പുറത്തു പോകുന്നു, പിന്നീട് തിരിച്ചു വരുന്നു, പിന്നീട് നിയമം പഠിക്കാൻ വേണ്ടി വീണ്ടും പുറത്തു പോകുന്നു, മദ്രാസിൽ പഠിക്കുന്നു. അന്ന് അങ്ങനെ കുടുംബത്തിൽ നിന്ന് ദൂരെ അയച്ച് പഠിപ്പിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. രീതി വളരെ വിരളമായിരുന്നു. പക്ഷേ എൻ്റെ ഫാദർ വളരെ വിശാല മനസ്കനും ഒക്കെ ആയിരുന്നത് കൊണ്ട് എന്നെ ഇങ്ങനെ പുറത്തൊക്കെ തൃശ്ശാപ്പള്ളി ഇൻ്റർമീഡിയറ്റിന് തൃശ്ശാപ്പള്ളി വിട്ടു. പിന്നെ ഞാൻ തന്നെ തേവരയ്ക്ക് പോരുകയായത്. തേവരയ്ക്ക് വന്നതുകൊണ്ടാണ് എനിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടിയത്. തൃശ്ശാപ്പള്ളിയിൽ നിന്ന് ഡിസിപ്ലിൻ കിട്ടി, തേവരയിൽ നിന്ന് ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടി. പിന്നെ മദ്രാസ് ലോ കോളേജിൽ പോയി. പിന്നീടാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്. ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ അഭിഭാഷക രംഗത്തായാലും അല്ലെങ്കിൽ നിയമരംഗത്ത് വലിയൊരു ഭാവി ഉണ്ടാകേണ്ട ആളായിരുന്നു മാണി സാറെന്ന് എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നാട്ടിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുന്നത്? ചെറുപ്പത്തിലെ പറയുകയാണെങ്കിൽ ഞാൻ എലക്കാട് ആണ്ടൂർ വാർഡ് പ്രസിഡൻ്റായിരുന്നു കോൺഗ്രസിൻ്റെ. എലക്കാട് മണ്ഡലം പ്രസിഡൻ്റായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പുലിയന്നൂർ നിയോജക മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. കോട്ടയം DCC സെക്രട്ടറി ആയിരുന്നു. KPCC മെമ്പറായിരുന്നു. ഈ നിലയ്ക്കാണ് ഞാൻ കോൺഗ്രസിൻ്റെ എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കേരള കോൺഗ്രസ് ഉണ്ടായപ്പോൾ നേരെ ഞങ്ങളുടെ ബോർഡുകളെല്ലാം കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞങ്ങ് മറിച്ച് വെച്ചെന്നുള്ളത്. അപ്പോൾ ഈ കോട്ടയം എല്ലാം ഞങ്ങളുടെ കേരള കോൺഗ്രസ്സിനായിരുന്നു. ആദ്യം കോൺഗ്രസിൽ നിന്ന് വലിയൊരു ഒഴുക്ക് കേരള കോൺഗ്രസിലോട്ട് ഉണ്ടായെങ്കിലും ആദ്യം DCC സെക്രട്ടറി ആയിരുന്ന മാണി സാർ അടക്കമുള്ള കുറച്ച് പേര് പോകാതിരുന്നു. അതെന്തുകൊണ്ടാണ് ആദ്യം ഒന്നും മടിച്ചു നിന്നത്? പിന്നെ മടിച്ചു നിന്നില്ലല്ലോ. ആദ്യമേ ഞാനൊക്കെയാണ് പോകുന്നത് ഇങ്ങോട്ട്. ലക്ഷ്മി നിവാസിൽ കേരള കോൺഗ്രസിന് രൂപീകരണം നടത്തിയപ്പോൾ ആ രൂപീകരണ സമയത്ത് ഞാനുണ്ട്. ശ്രീ മന്നത്ത് പത്മനാഭൻ തിരികൊളുത്തി തിരുനക്കരയിൽ കേരള കോൺഗ്രസ് നാമകരണം ചെയ്യുമ്പോൾ ഞാൻ ആ പ്ലാറ്റ്ഫോമിലുണ്ട്, ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്. ഈ കേരള കോൺഗ്രസുകളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, വളരും തോറും പിളരും, പിളരും തോറും വളരും എന്ന് പറയുന്നു. പക്ഷേ ഇത് എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരള കോൺഗ്രസിന് ഈ ഒരു ഗതി ഉണ്ടായത്? ഇല്ല, ഗതിയൊന്നുമില്ലല്ലോ. ഞാനത് ഒരു പിളർപ്പ് വന്നപ്പോൾ പ്രവർത്തകർക്ക് ഉന്മേഷം കൊടുക്കാൻ വേണ്ടി ഞാൻ പ്രയോഗിച്ചൊരു വാക്കാണ് വളരും തോറും പിളരും, പിളരും തോറും വളരും. എൻ്റെ വാചകം എല്ലാ പാർട്ടിയിലും ശരിയല്ലേ? എല്ലാ പാർട്ടിയും വളർന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. എല്ലാ പാർട്ടിയിലും വളർന്നപ്പോൾ പിളർപ്പുണ്ടായിട്ടുണ്ട്. കേരള കോൺഗ്രസ് വളരുകയും പിളരുകയും പിന്നെയും വളരുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ കാര്യം. പക്ഷേ അങ്ങനൊരു പിളർപ്പ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായില്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ നമ്മൾ പല സംസ്ഥാനങ്ങളിലെയും കാര്യം നോക്കിക്കഴിഞ്ഞാൽ പ്രാദേശിക പാർട്ടികൾ വലിയ ശക്തിയുള്ള പാർട്ടികളാണ് പല സംസ്ഥാനങ്ങളിലും. അവർ കേന്ദ്രത്തിലടക്കം ഭരണത്തിലൊക്കെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു.
കേരള കോൺഗ്രസിനും അങ്ങനെ വളരാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം നഷ്ടപ്പെട്ടു പോയില്ലേ? വളരാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിച്ചില്ല. ഞങ്ങളിവിടെ സംസ്ഥാന രാഷ്ട്രീയം ആ നിലയ്ക്കാണ് പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ ഇനിയിപ്പോൾ ഒരു പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുടെ ഒരു ഫെഡറേഷൻ രൂപീകരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇരു മുന്നണികളിലും നിൽക്കാത്ത ഒരു പാർട്ടി അങ്ങനെ ഒരു കാര്യത്തിന് നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും കൂടുന്നൊരവസ്ഥ ഉണ്ടാകും. പിന്നെ ഒക്കെ കുഴപ്പമൊന്നുമില്ല, പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയല്ല. പക്ഷെ അത് പറയുമ്പോഴും ഈ കഴിഞ്ഞ സമ്മേളനത്തിൽ പോലും പ്രമേയത്തിൽ പറയുന്നത് UDF, LDF, BJP ആരുമായിട്ടും ഞങ്ങൾ സഹകരിക്കാൻ ഞങ്ങളുടെ നയങ്ങളുമായി യോജിച്ചാണ് എന്ന് പറയുന്നു. എല്ലാവരോടും നമുക്ക് സമദൂരമാണ്. ഞങ്ങൾക്ക് ഇന്ന പാർട്ടി കക്ഷിയിൽ നിന്നും സമദൂരമാണ്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാവുന്ന, നിൽക്കാവുന്ന, പ്രവർത്തിക്കാൻ, ഞങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ സമീപന രേഖയുമായി യോജിക്കുന്ന പാർട്ടികളുമായി ഞങ്ങൾ സഹകരിക്കും. അത് BJP ആണെങ്കിലും കുഴപ്പമില്ല. അല്ല, അത് ആരായാലും അത് പാർട്ടിയോടല്ലല്ലോ, പരിപാടികളോടാണ്. ഈ ഗുജറാത്തിലെ ഫലം വന്നു, കോൺഗ്രസിന് നല്ല മെച്ചമുണ്ടായി, ജയിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു സാഹചര്യത്തിലൊക്കെ കേരളത്തിലൊരു പാർട്ടി അങ്ങനെ BJPയുമായിട്ട് ഞങ്ങളുമായി യോജിക്കാൻ കഴിയുമെങ്കിൽ യോജിക്കാൻ തയ്യാറാണെന്ന് പറയാൻ ധൈര്യമുള്ള അധികം പാർട്ടികളില്ല. ഞങ്ങൾ BJPയോട് യോജിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു അജണ്ടയില്ല. BJPയായിട്ട് ഇപ്പോൾ യോജിക്കാനോ യോജിച്ച് പ്രവർത്തിക്കാനൊരു അജണ്ടയില്ല, ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. അല്ല, BJPയുമായിട്ടാണെങ്കിലും തയ്യാറാണോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ചോദിച്ചത്. എന്ത് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞ ഇത്രയാണല്ലോ. നമ്മൾ പറയാത്ത അതിനെ വേറെ രാഷ്ട്രീയവൽക്കരിക്കരുത്. കേരള കോൺഗ്രസിൻ്റെ നയപരിപാടികളുമായിട്ട് ഏറ്റവും കൂടുതൽ ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്നതും ബന്ധമുണ്ടായിരുന്നതും UDFുമായിട്ടാണ്. UDFുമായിട്ടുള്ള ബന്ധം 2016 തെരഞ്ഞെടുപ്പിന് ശേഷം അവസാനിപ്പിച്ചു. അത് അങ്ങനെ തന്നെ തുടരാനാണോ ഉദ്ദേശിക്കുന്നത്? UDF വിട്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ദുഃഖത്തോടെയാണ് പോരുന്നത്. കാരണം ഞാനും കൂടി രൂപം കൊടുത്തതാണ് UDF, വളർത്തിയെടുത്തതാണ് UDF. അവിടെ വിട്ടു വരുമ്പോൾ ഒരു മകൻ വീട് വിട്ടിറങ്ങുന്ന പോലെ ദുഃഖത്തോടു കൂടിയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് പോകുന്നതിന് ശേഷം ഒരു ദുഃഖവും ഇല്ല. അയ്യോ, ഒരു അസ്വസ്ഥതയോ ഒരു നിരാശാബോധമോ നിരാശ്രയത്വമോ ഒന്നുമില്ല. നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാം, സന്തോഷമായപ്പോൾ ഇത് പോകുന്നത് നന്നായും തോന്നുക, സ്വതന്ത്രമായൊരു നിലപാടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു, പരസ്പര വിശ്വാസം, സ്നേഹം, സഹകരണം. ഇതില്ലെങ്കിൽ നമുക്ക് എവിടെ പ്രവർത്തിച്ചിട്ട് എന്താ കാര്യം? അത് UDF കിട്ടിയില്ല, അതുകൊണ്ട് പോകുന്നു. UDFിൻ്റെതായ ഒരുപക്ഷെ നയമായിരിക്കില്ല, ചില നേതാക്കളുടെയെങ്കിലും പെരുമാറ്റമായിരിക്കാം മാണി സാറിനെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത്. അതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്നെക്കൊണ്ട് പറയിച്ചോ? അല്ല, ഇങ്ങനൊരു നിലപാടെടുപ്പിച്ചത് അതങ്ങനെയാണല്ലോ. എപ്പോഴും പാർട്ടി എപ്പോഴും പാർട്ടിയല്ലല്ലോ, പാർട്ടി നേതാക്കന്മാരല്ലേ കൂടുന്നല്ലേ പാർട്ടി എന്ന് പറയുന്നത്. നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വരുന്ന കുഴപ്പങ്ങളാണ്. അങ്ങനെ ഏത് നേതാവിൻ്റെ ഭാഗത്തുനിന്ന്? അതിപ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ല, എല്ലാം ജനങ്ങൾക്കറിയാം. ജനങ്ങൾ വിധി എഴുതട്ടെ, ഞാനതൊന്നും പറയാനില്ല. അല്ല, ഇനിയെങ്കിലും ഈ കാര്യങ്ങൾ തുറന്ന് പറയാം. വേണ്ട, തുറക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയല. ഇടതുമുന്നണിയിലേക്കുള്ള പ്രവേശനം എന്നുള്ളത് എത്രത്തോളം പ്രതീക്ഷയോടെയാണ് കേരള കോൺഗ്രസ്? ഞാനിത് പറഞ്ഞല്ലോ, ഒരു മുന്നണിയിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി ഞങ്ങൾ ദാഹിക്കുകയോ ഞങ്ങൾ പ്ലാനിടുകയോ കണക്ക് കൂട്ടുകയോ ചെയ്യുന്നില്ല. UDF മുന്നണി ബന്ധം വിട്ടു കഴിഞ്ഞപ്പോൾ മാണി സാർ പറഞ്ഞിരുന്നു, അടുത്തൊരു 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഇനി ഏത് മുന്നണിയുമായി ചേരും എന്നുള്ളത് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഇപ്പോൾ നടന്ന സമ്മേളനത്തിൽ പാർട്ടിയുടെ ഒരു പുതിയ നേതൃത്വത്തിൻ്റെ കാര്യം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതൊന്നും പ്രഖ്യാപിച്ച് കാണുന്നില്ല. പാർട്ടി പുതിയ നേതൃത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അങ്ങ് മാറ്റിക്കൊണ്ടുള്ള പുതിയ ഇപ്പം തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അതാണ് പുതിയ നേതൃത്വം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രഖ്യാപനം വരുമ്പോൾ ജോസ് കെ മാണി പാർട്ടിയുടെ പുതിയ ചെയർമാനായിട്ട് വരാനുള്ള അത് ജോസ് കെ മാണി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ചെയർമാനാകാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഉദ്ദേശമില്ല, ഇത് ചിലർ നടത്തുന്ന അഭ്യൂഹങ്ങളാണ് എന്ന് പറഞ്ഞ് ജോസ് കെ മാണി തന്നെ പറഞ്ഞ് തള്ളിയിട്ടുണ്ടല്ലോ. മാണി സാറ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാൾ MLA ആയിരുന്ന, ഇപ്പോഴും MLA ആയി തുടരുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ നാൾ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ ഇതിനപ്പുറം മുൻ മുഖ്യമന്ത്രി, ഇപ്പോൾ പറയുകയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രി കൂടി ആകേണ്ടിയിരുന്ന ആളാണ്. ആ അവസരം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രി ആകാമായിരുന്നു, അതിലൊക്കെ അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആകാതിരുന്നത് കൊണ്ട് എനിക്ക് വലിയ ദുഃഖമൊന്നുമില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇടതുമുന്നണിയുമായിട്ട് ഇങ്ങനെയുള്ള ചില ചർച്ചകൾ നടക്കുന്നു, ഏറ്റവും അവസാനം അത് മാറിപ്പോകുന്നു. അത് മാണി സാറ് തന്നെ അതിനെക്കുറിച്ച് ഒരുപക്ഷെ പകുതി സമ്മതത്തിലും ഒക്കെ തന്നെ പല മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത് അന്ന് എന്താണ് സംഭവിച്ചത്? ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ആകാൻ പറ്റാഞ്ഞതിൽ എനിക്കൊരു ദുഃഖവുമില്ല. ഇനിയിപ്പോൾ അതിലേക്ക് ഫർദർ ചോദ്യങ്ങളുടെ കാര്യമില്ലല്ലോ. അതിനകത്ത് ചിലർ ആ അവസരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അതിപ്പോൾ നഷ്ടമായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. അല്ല, അത് നഷ്ടപ്പെടുത്തുന്നതിലുപരി അതിനെ തുടർന്ന് മാണി സാറിൻ്റെ ഇമേജ് തന്നെ മോശമാക്കാനുള്ള ചില ശ്രമങ്ങൾ കൂടി നടന്നില്ലേ? അതെപ്പോഴും ഉണ്ടല്ലോ, അന്നും ഇന്നും ഉണ്ട്. അത് എല്ലാ കണ്ടിന്യൂസ് പ്രോഗ്രാമാണ്. ചില കേന്ദ്രങ്ങൾ
ചോദിച്ചാൽ ഏത് കേന്ദ്രമാണെന്നൊന്നും ഞാൻ പറയല. നമ്മൾ അത്ര വലിയ മിടുക്കനാകണ്ട എന്ന് ഇരിക്കട്ടെ എന്ന രീതിയിൽ നമ്മളെ ഒന്ന് മോശക്കാരനാക്കാൻ വേണ്ടി പല പ്രയോഗങ്ങളും നടത്തുന്നവരുണ്ട്. മാണി സാർ പറഞ്ഞു പേര് ചോദിച്ചാൽ പറയില്ല എന്ന് പറഞ്ഞു. ഞാൻ പേര് ചോദിക്കുന്നേ ഇല്ല. പക്ഷേ വ്യക്തമായിട്ട് ചോദിച്ചാൽ ബാർക്കോഴ കേസ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായതിന് പിന്നിൽ അപ്പുറത്ത് പോയി, അതായത് ഇടതുമുന്നണിയിലേക്ക് പോയി മുഖ്യമന്ത്രി ആകണ്ട എന്നുള്ള കൃത്യമായ തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നില്ലേ അത്? ബാർക്കോഴ എന്ന് പറയുന്നത് വേറൊരു ഗൂഢാലോചനയുടെ പരമാണ്. എന്താ ബാർക്കോഴ? ഈ ബാർക്കോഴ എന്ന് പറയുന്നത് എന്താ? ഒന്നാമത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതാണ് ബാർക്കോഴ, KM മാണി ബാർക്കോഴ. ഒന്നാമത് അതിൽ യാതൊരു അർത്ഥവും ഇല്ല, എസൻസ് ഇല്ല, അന്തസാര വിഹീനമാണ്. രണ്ടാമത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല. അന്ന് ഈ കാര്യത്തിൽ ഇങ്ങനൊരു ആരോപണം അടക്കം വരുന്നതിന് പിന്നിൽ മാണി സാറിന് ഒരുപക്ഷെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തടയുക, ഇടതുമുന്നണിയിലേക്ക് പോകുന്നത് തടയുക എന്നുള്ള അജണ്ട ആയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ. പലരും കാണും ആ ബിജു രമേശിനെ വലിയതായിട്ട് വലിയ പ്രമാണിയായിട്ട് കൊണ്ടു നടന്ന രാഷ്ട്രീയ കക്ഷികളെ നമുക്കറിയാമല്ലോ, മനസ്സിലായില്ലേ? അപ്പം ഞങ്ങൾക്കിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഒരു ബിജു രമേശ് പറഞ്ഞാൽ തെറിച്ചു പോകുന്ന മൂക്കാണോ എൻ്റെത്? പക്ഷേ ബിജു രമേശിനപ്പുറം കോൺഗ്രസിൽ നിന്ന് തന്നെ ചിലർ KM മാണിക്കെതിരെ ഇങ്ങനൊരു ഒരു പ്രശ്നം കൊണ്ടുവരിക, അതോടുകൂടി ഇടതുമുന്നണിയിലേക്ക് പോകുന്നത് മുഖ്യമന്ത്രിയാകുന്നത് തടയുക. അതുണ്ടെന്നേ കോൺഗ്രസിനകത്തുനിന്നുണ്ട്, ഉണ്ടായി. അത് ഇന്നല്ലല്ലോ, എൻ്റെ ചരിത്രം നോക്കിയാൽ അന്ന് ഇന്നുമുണ്ട്, എന്തുകൊണ്ട്. പക്ഷേ ഇതിനെയൊക്കെ ഫേസ് ചെയ്തല്ലേ നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. അതിനിപ്പോൾ ആരോടും എനിക്ക് പകയോ വിദ്വേഷമോ ഒന്നുമില്ല. നേരത്തെ മാണി സാർ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതെ പോയാൽ മാണി സാറിന് ഒരു വിഷമവുമില്ല. പക്ഷേ അത് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്ന് അത് തെറിപ്പിച്ചതിൽ അതൊക്കെ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതൊക്കെ ഒരുപാട് ഗൂഢാലോചനകൾ അതിന് പിന്നിലുണ്ട്. ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. 79-ൽ CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞപ്പോഴും ഇതുപോലൊരു സാധ്യത ഉണ്ടായതാണ് എന്നാണ് ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്. അന്ന് എന്താണ് സംഭവിച്ചത്? എന്ത് സംഭവിച്ചെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പല പ്രാവശ്യം പല സന്ദർഭങ്ങളിൽ അങ്ങനെ സാധ്യത ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് റിയാലിറ്റി ആയിട്ടില്ല. ഞാൻ അതിനു വേണ്ടി മെനക്കെടുക്കുകയോ, ഞാൻ പറഞ്ഞില്ലേ, അതിനുവേണ്ടി പദ്ധതി തയ്യാറാക്കുകയോ, അതിനുവേണ്ടി ആരുടെ എങ്ങനെ ചെന്ന് സഹായം അഭ്യർത്ഥിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ വേറൊരു കാര്യം. 79-ൽ CH മുഹമ്മദ് കോയ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ KM മാണി എന്ന് പറയുന്ന പേര് ഉയർന്നു വരുന്നു. അന്ന് പെട്ടെന്ന് ഗവർണറെ കൊണ്ട് ആ നിയമസഭ ഡിസോൾവ് ചെയ്യിക്കുന്നതിന് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നൊരു ശ്രമം ഉണ്ടായി. അതല്ലേ സംഭവിച്ചത്? അല്ല, അതങ്ങനെ പെട്ടെന്ന് ഡിസോൾവ് ചെയ്തെന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്താ ഉദ്ദേശമൊന്നും എനിക്കറിഞ്ഞു. അന്ന് K കരുണാകരനായിരുന്നു കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്. അതെ, K കരുണാകരനും KM മാണിയുമായിട്ട് നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും അന്ന് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? നല്ല ബന്ധമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അതൊക്കെ എനിക്കറിഞ്ഞുകൂടല്ലോ. ഇപ്പം കരുണാകരൻ ജീവിച്ചിരിപ്പില്ലല്ലോ, ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു. മാണി സാറ് തന്നെ ഇതിനു മുമ്പ് ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, കേരള കോൺഗ്രസ്സിലുണ്ടായ പിളർപ്പുകളിൽ ഒരു നല്ല പങ്കിനും അല്ലെങ്കിൽ നല്ലൊരു ശതമാനത്തിനും പിന്നിൽ കോൺഗ്രസ്സിലുള്ള ഇത്തരം ചില താല്പര്യങ്ങളുണ്ട്. അതായത് പിളർപ്പ് എന്ന് പറയുന്ന ആശയവുമായിട്ട് ചെല്ലുന്നവരെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്ന രീതിയുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അല്ല, അതുണ്ടെന്നേ. അതിപ്പം കരുണാകരനെ ഉദ്ദേശിച്ചല്ലേ ഞാൻ പറയുന്നത്. കരുണാകരനെ പറ്റി ഞാൻ യാതൊരു ദൂഷ്യവും പറയല. ഞാനീ പറയുന്നത് കേരള കോൺഗ്രസ്സിൽ നിന്നും ഭിന്നിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയല്ലേ. അങ്ങനെ ഭിന്നിച്ചപ്പോൾ ഇതിനും ശക്തി പ്രാപിക്കുകയെന്നല്ലേ വിചാരിച്ചത്, ക്ലച്ച് പിടിക്കുകയെന്നല്ലേ വിചാരിച്ചത്. പക്ഷേ കേരള കോൺഗ്രസ് എന്നൊരു വലിയ ശക്തിയല്ലേ. ഞങ്ങൾ ഭിന്നിച്ചു പോകുന്ന 1,00,000 പേരുടെ തൊപ്പിപ്പാളയിട്ട 1,00,000 പേർ തൊപ്പിപ്പാളയിട്ട് ആളെ പ്രകടനം നടത്തിയ ഞങ്ങൾ കേരള കോൺഗ്രസിൻ്റെ ആരംഭം. കേരള കോൺഗ്രസിൽ പലതവണ പിളർപ്പുകളുണ്ടായി. അതിനുശേഷം പാർട്ടി വളർന്നിട്ടുണ്ട്. എപ്പോഴും വലിയ പാർട്ടിയുടെ നേതാവായിട്ട് മാണി സാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് എപ്പോഴായാലും R ബാലകൃഷ്ണപിള്ള, PJ ജോസഫ്, അതുപോലെ തന്നെ TM ജേക്കബ്, ഇങ്ങനെ പല നേതാക്കളും മാണി സാറുമായിട്ട് ഒത്തുപോകാതെ പലപ്പോഴും, അതാണ് ഈ പിളർപ്പുകളുടെ എല്ലാം കാരണം. എന്തുകൊണ്ടാണ് മാണി സാറുമായിട്ട് ഈ നേതാക്കളൊന്നും ഒത്തുപോകാതിരുന്നത്? അതാ എന്നോട് ഒത്തുക്കാഞ്ഞിട്ടല്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ വേറെ സെപ്പറേറ്റ് അജണ്ടകളുണ്ട്. അതുകൊണ്ടാണ് ഞാനുമായിട്ട് യോജിക്കാത്തതുകൊണ്ടും എൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടൊന്നും അല്ലല്ലോ. ഞാനെല്ലാവരെയും സ്വരൂപിച്ച് സ്നേഹത്തോടെ എല്ലാവരും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ആളാണ്. അവരോടൊന്നും ആരോടും ഒരു ദൂഷ്യവും ചെയ്തിട്ടില്ലല്ലോ, ഒരു വിരോധവും ചെയ്തിട്ടില്ല. എല്ലാവരോടും സ്നേഹം മാത്രമേ ഞാൻ എല്ലാവർക്കും നൽകിയില്ല. ഇവരിൽ പലരും തിരിച്ചും വന്നിട്ടുണ്ട്. PJ ജോസഫ് വന്നു, PC ജോർജ് വന്നു, അവരൊക്കെ തിരിച്ചും വന്നിട്ടുണ്ട്, പിന്നെയും പോകുന്നു. അപ്പോൾ അവിടെ എന്തോ ഈ നേതൃത്വത്തിനകത്ത് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചു. പിന്നെയും വരണമെങ്കിൽ ഈ നേതൃത്വത്തിൽ നന്മയുണ്ടെന്ന് വിചാരിക്കുകയല്ലേ, അത് കാണുന്നില്ലേ. പക്ഷേ ചില കാര്യങ്ങളിൽ അബദ്ധം പറ്റിയിട്ടില്ലേ? PC ജോർജിൻ്റെ കാര്യം
അതൊക്കെ എന്തിനാ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ആവശ്യമില്ല. അങ്ങനെ ആദ്യം മുതലേ ഇങ്ങനെ കേരള കോൺഗ്രസിനെ എന്നെയൊക്കെ പരിഹസിക്കും. അതിലിപ്പം ആരും അതിനൊരു വില കൊടുക്കത്തില്ല. മാണി സാർ പിന്നെ എന്തിനാണ് പി സി ജോർജിനെ പോലെ ഒരാളിനെ? അതാ ഞാൻ പറഞ്ഞു, എനിക്ക് എപ്പോഴും ആരോടും വിരോധമില്ലല്ലോ. ധൂർത്തപുത്രരെ പോലെ പോയ ആളുകൾ തിരിച്ചു വരുമ്പോൾ കൂടെയുള്ളവരെക്കാൾ കൂടുതൽ പോയവർ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്ന ഒരു സ്വഭാവമാണ് എൻ്റേത്. അങ്ങനെയാണെങ്കിൽ പി സി തോമസ് അല്ലെങ്കിൽ ആർ ബാലകൃഷ്ണപിള്ള തുടങ്ങിയവരെ സ്വീകരിക്കാൻ ഇനിയിപ്പോൾ മാണി സാറിനൊരു അതിപ്പോൾ ഇപ്പോഴും അതിൻ്റെ ചോദ്യം ഉദിക്കുന്നില്ലല്ലോ. അവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇനി എന്തിനാണ് ചോദിക്കുന്നത്? എന്തിനാ പി സി തോമസിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണ്? ഞാൻ അതൊന്നും നമ്മൾ ചർച്ചാ വിഷയമാക്കണ്ട. എന്തിനാ അതൊക്കെ ആവശ്യമില്ല. അല്ല, മാണി സാറിൻ്റെ ഭാര്യ വഴിയാണെങ്കിൽ പി സി തോമസ് ഒരു ബന്ധു കൂടിയായിരുന്നു. ബന്ധുവാണെന്ന് കൊണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അല്ല, കൊണ്ടുവന്നു പിന്നീട് വിട്ടുപോയപ്പോൾ ഉണ്ടായ വേദന, ഇതിനെയൊക്കെ മാണി സാർ എങ്ങനെയാണ്? അതിന് വേദനയൊന്നുമില്ല, വിട്ടുപോയി. അത് പി സി തോമസിനോട് ചോദിക്കുക എന്താണ് കാരണം, ഇപ്പം എന്താണ് ഇപ്പോഴത്തെ ഇപ്പം എന്ത് തോന്നുന്നു വിട്ടുപോകുന്നതിനെപ്പറ്റി ചോദിക്കുക. ഞാനെന്താ ഇതിനെപ്പറ്റി പറയും? ഒറ്റ വാക്കിൽ എൻ്റെ മകനെപ്പോലെ തന്നെ ഞാൻ കരുതി. എൻ്റെ മകനെപ്പോലെ വാത്സല്യത്തോടെ രാഷ്ട്രീയത്തിൽ വളർത്തിയെടുത്ത ആളായിരുന്നു പി സി തോമസ്. ഒരു ദിവസം അതായത് പാർട്ടിക്കെതിരായി എനിക്കെതിരായിട്ട് ഒരു പ്രസ്താവന നടത്തിപ്പോയി. ഒരു കാരണവുമില്ല. നമ്മളാരും അത് ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ ഒരു വിരോധവും ഇല്ല, ഒന്നുമില്ല. മാണി സാർ മുൻകൈയെടുത്താണ് കൊണ്ടുവന്നത്, അതോ ഭാര്യ കുട്ടിയമ്മയ്ക്കായിരുന്നു? എന്തിനാ ഭാര്യയ്ക്ക് ഒരു ആ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യാറില്ല. കുട്ടിയമ്മ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്യാറില്ല. പക്ഷേ മാണി സാർ എന്ന് പറയുന്ന നേതാവിൻ്റെ ഏറ്റവും വലിയ കരുത്താണ് ഭാര്യ കുട്ടിയമ്മ. തീർച്ചയായിട്ടും. കാരണം കുട്ടിയമ്മ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം എങ്ങനെയാണ്? എൻ്റെ കൃഷി കുറച്ച് പ്ലാന്റേഷനൊക്കെയാണ്. എൻ്റെ കൃഷി മുഴുവൻ കുട്ടിയമ്മയാണ് നോക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം മുഴുവൻ നോക്കിയത് കുട്ടിയമ്മയാണ്. ഈ വീട്ടുകാരെ മുഴുവൻ നോക്കുന്ന കുട്ടിയമ്മയാണ്. ഒന്നിനും ഒരു കുറവ് വന്നിട്ടില്ല. അതുകൊണ്ട് അതിനുള്ള കഴിവുണ്ട്. ദൈവം അതിന് കഴിവ് കൊടുത്തു. അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. കുട്ടിയമ്മ എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് ഈ വിവാഹാലോചന നടക്കുന്നത്? ആ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? എൻ്റെ ഫാദർ പോയി അവിടെ പോയി കാര്യങ്ങളൊക്കെ നടന്നു ചെന്നു, നോക്കി കണ്ടു. അപ്പം കൊച്ചന്തി പെണ്ണിനെ കാണണമല്ലോ, പെണ്ണ് അടുക്കളയിലല്ലേ. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കൊച്ചപ്പനെ കാണുന്നത്, എൻ്റെ ഫാദറിനെ കാണുന്നത്. ഞാൻ കൊച്ചപ്പാന്നാണ് വിളിക്കുന്നത്. കൊച്ചപ്പനെ കുട്ടിമ്മോന്ന് കാണുന്നത് ഒരു കൊച്ചിനെ മടിയിൽ വെച്ചുകൊണ്ടാണ്. ആ കൊച്ചെന്ന് പറഞ്ഞൊരു പ്രൊഫസറാണ്. ഇപ്പോൾ പ്രൊഫസറായി, ഇപ്പോൾ റിട്ടയർ ചെയ്തു. ആ കൊച്ചിനെ മടി വെച്ചുകൊണ്ടാണ് വന്ന് കാണുന്നത്. അപ്പോൾ കൊച്ചപ്പനത് വലിയ ഇഷ്ടപ്പെട്ടു. വേറെ എവിടെയൊക്കെ ആണെങ്കിൽ ആ കൊച്ചിനെയൊക്കെ അവിടെ വെച്ചത് തലമുടിയൊക്കെ ഒന്ന് ചീകി പൗഡറൊക്കെ ഇട്ട് ഒന്നും ഒരുങ്ങിയല്ലേ വരുള്ളൂ. ഇത് കൊച്ചിനെ വെളിയിൽ വെച്ചുകൊണ്ട് വളരെ ഒരു സിമ്പിൾ ലേഡിയായിട്ട് വന്നിരുന്നത്. അപ്പോൾ കുട്ടിയമ്മ അല്ലെ കൊച്ചപ്പനെ വളരെ ഇഷ്ടപ്പെട്ടു. കുടുംബത്തിരിക്കാൻ കൊള്ളാവുന്ന സ്ത്രീയാണ്. അവർക്കൊക്കെ അന്നാണ് ഇങ്ങോട്ട്. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, കുഞ്ഞുമാണി, ഞാൻ കണ്ടു കുടുംബത്തിരിക്കാവുന്നൊരു പെണ്ണാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നീ പോയി കണ്ട് നിനക്കിഷ്ടമാണെങ്കിൽ നമുക്ക് കല്യാണം നടത്താം. അപ്പം ഞാനും അതനുസരിച്ച് പോയി. ഇരിക്കുന്നപ്പം വളരെ ഇഷ്ടമായി, കല്യാണം നടന്നു. മാണി സാറിനെ കുഞ്ഞുമാണി എന്നായിരുന്നു വീട്ടിൽ? അതെ, കുഞ്ഞുമാണി എന്നാണ്. ഇപ്പം എൻ്റെ മകനും കുഞ്ഞുമാണിയാണ്. ഇപ്പം രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഇ കെ നായനാരെ പോലുള്ളവർ ഒരുപക്ഷെ ചിലപ്പോൾ കളിയാക്കിയൊക്കെ കുഞ്ഞുമാണി. അല്ലല്ല, കളിയാക്കിയൊന്നുമല്ല. നയനാർ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്തായിരുന്നു. എനിക്ക് അത്ര നയനാരെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സ് എന്താ പറയുന്നത് അങ്ങോട്ട് തെളിയും. നയനാരെന്നെ അത്ര ആദരവായിരുന്നു എനിക്ക്. നയനാരോട് അത്ര സ്നേഹവും അത്ര ആദരവുമായിരുന്നു. എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്തായിരുന്നു. ഞാൻ എപ്പോഴും പറയും, അപ്പം എന്നെ മുഴുവൻ പേര് വിളിക്കുകയാണ് കുഞ്ഞുമാണിയെന്ന് പറയും. ഞാൻ അതുപോലെ എൻ്റെ പിതാവിനെ എങ്ങനെ കാണുന്നു അതുപോലെ ഞാനും നയനാരെ പരിചരിച്ചാണ് കൊണ്ടുവന്നത്. നയനാർ എന്നെയും. ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നയനാരത് മറുവാക്ക് പറയല. കാരണം ഞാൻ അനാവശ്യമൊന്നും പറയല. കാര്യം മന്ത്രിസഭയിലായാലും ശരിയായ കാര്യങ്ങളെ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നയനാരത് വില കൽപ്പിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇ കെ നായനാർക്ക് മാണി സാറിനെ കുറിച്ച് വലിയൊരു പരിഭവമുണ്ട്. ഒരു പക്ഷേ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. 1980 എ കെ ആൻ്റണിയുടെ കോൺഗ്രസ് വിട്ടുപോയി കഴിഞ്ഞിട്ടും മാണി സാറിൻ്റെ പാർട്ടി കൂടെ നിൽക്കും എന്ന് ഏറ്റവും അവസാനം വരെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പിന്തുണ പിൻവലിച്ചു കളഞ്ഞു എന്നുള്ളതാണ് എ കെ നായനാരുടെ പരിഭവം. അതൊക്കെ ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളല്ലേ. ഞങ്ങളല്ലോ കോൺഗ്രസ് ആദ്യം പോയി അല്ലേ. എ കെ ആൻ്റണി കോൺഗ്രസ് ആൻ്റണി ആദ്യം പോയി. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ അന്നത്തെ വേറൊന്നും കൊണ്ടല്ല, അന്ന് ലോ ആൻഡ് ഓർഡർ അതിരൂക്ഷമായി വഷളായ സന്ദർഭത്തിൽ
മെയിൻ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയപ്പോൾ പിന്നെ ഞങ്ങളവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏതാണ്ട് കാര്യലാഭത്തിന് വേണ്ടി നിൽക്കുന്ന പോലെ തോന്നും. അപ്പം ഞങ്ങൾക്കും എതിർപ്പുണ്ട്. അപ്പം നല്ലൊരു അവസരം കോൺഗ്രസ് വിട്ടല്ലോ, ഞങ്ങൾക്കും പോകാമല്ലോ, പോയി. അതിനെ സ്വാഗതം ചെയ്തു പോയി. അടിസ്ഥാനപരമായി കേരള കോൺഗ്രസ് വോട്ടുകൾ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകളാണ്. അപ്പോൾ 80-ൽ ഇത്തരത്തിലൊരു മുന്നണിയിലേക്ക് വന്ന് ചേരാനുള്ള തീരുമാനം എങ്ങനെയാണ് എടുത്തത്? അങ്ങനെ തീരുമാനം എടുത്തു. ആ തീരുമാനം അതിന് അനുകൂലമായിട്ട് ജനങ്ങൾ തന്നല്ലോ. ഞങ്ങളുടെ തീരുമാനത്തൊന്നും തെറ്റില്ലായിരുന്നു. അത് ഈ അണികളെയൊക്കെ ബോധ്യപ്പെടുത്താൻ ഒരുപാട് ബുദ്ധിമുട്ടിയോ? കാരണം അല്ല, അത് പിന്നെ എല്ലാവരും അത് അംഗീകരിപ്പിക്കണമല്ലോ ജനങ്ങളെ കൊണ്ട്. അത് അംഗീകരിച്ചു ജനങ്ങൾ. കർഷകരുടെ ആയുധമായ അരിവാൾ, ഔസേപ്പ് പിതാവിൻ്റെ ആയുധമായ ചുറ്റിക, യേശുക്രിസ്തു ജനിച്ചപ്പോൾ രാജാക്കന്മാർക്ക് വഴികാട്ടിയായ നക്ഷത്രം, ഇതൊക്കെയാണ് CPM-ൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടി വന്നുവെന്ന് കേട്ടിട്ടുണ്ട്. CPM-ൻ്റെ ചിഹ്നത്തെപ്പറ്റി ഒന്നുമല്ല. ഞാൻ ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളി പെൻഷൻ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നടപടികൾ കൊണ്ട് കൃഷിക്കാരനെ അങ്ങോട്ട് തള്ളക്കോഴി ചിറകിന് കീഴിൽ കുഞ്ഞുങ്ങളെ പരീക്ഷിക്കുന്ന പോലെ ഞാൻ കേരളത്തിലെ കൃഷിക്കാരെ പരീക്ഷിച്ചു. അതൊക്കെ അവർക്ക് ബോധ്യമായതുകൊണ്ട്, അനുഭവപ്പെട്ടതുകൊണ്ട് അവർക്കൊരു താല്പര്യം കേരള കോൺഗ്രസിനോട് ഉണ്ടായി എന്നുള്ളതാണ് അതിന് ചരിത്രം. ഇപ്പോൾ ഏത് മുന്നണിയിലേക്ക് പോകും എന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല. ഇനിയായാലും ഒരുപക്ഷെ ഇടതുപക്ഷവുമായ ഒരു യോജിപ്പിനാണെങ്കിൽ ഇത്തരമൊരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് അത് വളരെ എളുപ്പമാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. ഞാനിപ്പം പറഞ്ഞില്ല, മുന്നണികളെപ്പറ്റി ഒന്നും ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും മുൻകൂട്ടി പറയുന്നില്ല. അതിന് സമയമുണ്ടല്ലോ. തിരഞ്ഞെടുപ്പ് വരുമ്പോഴല്ലേ തിരഞ്ഞെടുപ്പ് നയങ്ങൾ, തിരഞ്ഞെടുപ്പ് വരുമ്പോഴല്ലേ തിരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ. അല്ല, ഇപ്പോഴേ തിരഞ്ഞെടുപ്പ് സഖ്യമില്ലല്ലോ. മാണി സാറിനെ എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നല്ല വെളുത്ത ജുബ, വെളുത്ത മുണ്ട്, വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കുക, ദിവസം പല പ്രാവശ്യം കുളിക്കുക, വൃത്തിയായിട്ടാണ് എപ്പോഴും കാണുന്നത്. പക്ഷേ മാണി സാർ ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് അത്ഭുതമാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് ശരിയാ. ഞാൻ ഈ ചെറുപ്പത്തിൽ ഒരു ഫാഷനായിട്ട് വന്ന കോളേജിൽ പഠിക്കുന്ന പ്ലെയേഴ്സ് സിഗരറ്റാണ്. അപ്പം കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ സിഗരറ്റ് വലിയാം. എന്തേലും സിഗരറ്റ് എന്ന് പറഞ്ഞാൽ അതിന് കണക്കില്ല. 50 സിഗരറ്റൊക്കെ ഒരു ദിവസം വലിക്കുമായിരുന്നു. ഇങ്ങനെ വലിച്ച് എനിക്ക് വലിയ ശ്വാസം റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ട്. അപ്പോൾ എപ്പോഴും പറയും ഇത് വലിക്കരുത്. ഡോക്ടർമാർ പറയും. ഞാനും ശപഥം ചെയ്യും. ഓടുന്ന കാറിൽ നിന്ന് 5 സിഗരറ്റ് മിച്ചമുണ്ടെങ്കിൽ പോട്ടെ, ഇനി വലിക്കുക, പിന്നെയും വലിക്കും. ട്രെയിനർ പോട്ടെ, പിന്നെയും വലിക്കും. വിഴിഞ്ഞത്ത് പോയിരുന്ന് ബഡ്ജറ്റൊക്കെ എഴുതുമ്പം ഇനി വലിക്കുന്നില്ല, ഇവിടെ കടലിലേക്ക് എറിയും, പിന്നെയും വലിക്കും. റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിന് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, എന്നെ ഈ സിഗരറ്റ് വലിയുന്ന വിമുക്തനാക്കുകയാണെങ്കിൽ. ഇറങ്ങിപ്പോൾ വന്നപ്പോൾ 556 സ്റ്റേറ്റ് എക്സ്പ്രസ് സിഗരറ്റിൻ്റെ ഒരു പായ്ക്കറ്റ് കുറച്ച് മിച്ചമുണ്ടായിരുന്നു. അത് ആ പായ്ക്കറ്റ് പള്ളിയുടെ നട വെച്ചയച്ച് പ്രാർത്ഥിച്ചു, ഇനി വലിക്കുക, പിന്നെയും വലിച്ചു. അത് മാറിയത് എൻ്റെ മൂത്ത മകൾ എൽസമ്മ പ്രസവ സന്ദർഭത്തിൽ അല്പം വിഷമത കണ്ടു. അപ്പോൾ എനിക്ക് വലിയ ദുഃഖമായി, ഒരു കോംപ്ലിക്കേഷൻ കണ്ടു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ണു നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാനും കരഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, എൽസമ്മയ്ക്ക് വേണ്ടി ഞാനൊരു സാക്രിഫൈസ് ചെയ്യുന്നു, ഇനി ഞാൻ വലിക്കുക. പാക്കറ്റ് എടുത്ത് കളഞ്ഞു, വലിച്ചിട്ടില്ല. ദിവസം പല പ്രാവശ്യം കുളിക്കണം എന്നൊക്കെയുള്ള നിർബന്ധം എന്തുകൊണ്ടാണ്? 2-3 പ്രാവശ്യം ഇങ്ങനെ കുളിക്കും. പക്ഷേ ഇപ്പോൾ ഒന്നും നടക്കിയാൽ അത്ര എന്താ, ഇപ്പോഴും 2 പ്രാവശ്യം കുളിക്കും. അതായത് നമ്മൾ ഫ്രഷായിരിക്കണം എപ്പോഴും ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ. ഫ്രഷ്നെസ് അതെപ്പോഴും എനിക്ക് വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് കുളിക്കും. ഇപ്പം 2 പ്രാവശ്യം കുളിക്കുമോ, 3 പ്രാവശ്യം കുളിക്കാൻ സമയം. 1974 മാണി സാർ ആദ്യമായിട്ട് മന്ത്രിയാവുന്നത്. പക്ഷേ അന്ന് മന്ത്രിയാകുന്നത് സംബന്ധിച്ച് ചില തർക്കങ്ങൾ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അതായത് KM ജോർജ് പാർട്ടി ചെയർമാനായിരിക്കുകയാണ്, ചെയർമാൻ സ്ഥാനവും മന്ത്രിസ്ഥാനവും ഒരാൾക്ക് പാടില്ല എന്ന് പറഞ്ഞ് മാണി സാർ ഒരു വാദം ഉന്നയിച്ചു എന്ന് ഒക്കെയാണ് കേട്ടിട്ടുള്ളത്. അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഞാൻ ഒരിക്കലും ജോർജ് സാറിന് എതിരായിരുന്നില്ല. ജോർജ് സാറിനെ ഞാനൊരു ഗുരുനാഥനെ പോലെയാണ് കണ്ടിരുന്നത്. അത് വേറെ സംഭവിക്കും, ഓരോ പാർട്ടിക്കകത്ത് ഓരോ സംഭവവികാസങ്ങൾ ഉണ്ടായില്ലേ. തിരഞ്ഞെടുപ്പുകൾ വരും, ഇപ്പോൾ പല ആലോചനകൾ വരും. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ചിലപ്പം നേതൃസ്ഥാനത്തെ മാറ്റിയെന്ന് വരും, പുതിയ നേതാക്കൾ വന്നു, അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നല്ലാതെ അതിനകത്തൊരു വൈരാഗ്യമോ കരുതി കൂട്ടിയുള്ളതൊന്നുമല്ല. അങ്ങനെ അതിന് ശേഷവും ഞാൻ ജോർജ് സാറിനെ ഒരു ഗുരുനാഥനെ പോലെയാണ്. ഇത്രയും നല്ല സംശുദ്ധിയുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു ജോർജ് സാർ. യാതൊരു കാപട്യവുമില്ല, വളരെ സംശുദ്ധി, വിനയാന്യുതൻ ആ നിലയിലായിരുന്നു ജോർജ്. പക്ഷേ മാണി സാറിൻ്റെ വിമർശകർ പറയുന്നത് അന്നത്തെ ആ സംഭവത്തോടു കൂടി ജോർജ് സാർ ഹൃദയം പൊട്ടി മരിക്കുകയായിരുന്നു എന്നാണ്. പിന്നെ അതൊക്കെ അതായത്
അതാരാ ഈ അനുശോചന യോഗത്തിൽ അങ്ങനെ ഒരാൾ പ്രസംഗിക്കാവോ? അവിടെ വെച്ച് ആർ ബാലകൃഷ്ണനോട് പ്രസംഗമായിരുന്നു, ക്രൂരമായ പ്രസംഗം. ആ മരിച്ച ജോർജ് സാറിനെ പറ്റി നല്ല വാക്ക് പറയുകയും കരയുകയല്ലേ വേണ്ടത്. അതിന് പോലെ ഈ ജോർജ് സാറിനെ കൊന്നവൻ ഇവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചാൽ എന്നെ ചൂണ്ടിക്കേണ്ട പ്രസംഗിച്ചത്. അങ്ങനെയൊക്കെ ആര് ചെയ്യും? ക്രൂര മനസ്സല്ലാതെ എന്താ പറയുന്നത് ഇതിനെപ്പറ്റി? ഞാൻ എല്ലാം ദൈവത്തിന് കാഴ്ച വെച്ചു, എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. മുന്നോട്ടുള്ള രാഷ്ട്രീയത്തിന് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.